എല്ലാം ഫേക്ക് ഐഡിയ. വീഡിയോ ലീക്ക്ഡ് അതിന്റെ ഒറ്റ കാര്യം പറയും മേലെ എന്റെ വീഡിയോയുടെ അടിയിലോ അവളുടെ വീഡിയോയുടെ അടിയിലോ വന്ന് ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെതല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു തരാം. ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാര്, ഇത് വിറ്റവര്, ഇത് കണ്ടവര്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ പറയാം, എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ചോ. എനിക്ക് സത്യം പറയാം, എനിക്ക് പുറത്തിറങ്ങുമ്പോ എനിക്ക് അത്രയ്ക്ക് സങ്കടം വരുന്നത്. ഓരോ ആൾക്കാർ നോക്കുമ്പോ അയ്യോ ഇവരാണോ അല്ലെങ്കിൽ ഇവരങ്ങനെ നമ്മളെ കാണുമോ. ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഫോട്ടോ അതിൽ വെച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നോണ്ടാണ് ഞങ്ങളുടേതാണത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. സത്യം പറയാം, വെറുതെ വിടൂല. വിടരുത്. ഏജിന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ അതൊന്നും പരിഗണിക്കില്ല. ഇത്രയും ഭയങ്കര ധൈര്യത്തോടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരിത്. എല്ലാവർക്കും ഒരു കുഴപ്പമില്ല, ആരും നമ്മളടുത്ത് ചോദിക്കാൻ വരില്ല എന്നുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. എത്ര പ്രായം കുറവുള്ള മക്കളെന്നറിയോ, എല്ലാ ഏറ്റവും സത്യ കാര്യങ്ങൾ അറിയാം. നമുക്ക് പോലെ ഇത്രയും സോഷ്യൽ മീഡിയ എല്ലാ കാര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് പോലെ അറിയാത്ത കാര്യങ്ങൾ അവന്മാർക്ക് അറിയാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ഫാമിലിയാണ്, ഞാൻ ഒരു അമ്മയാണ്. എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞാൽ മനസ്സിലാവൂല. അവനാന്റെ വീട്ടിൽ അവനാന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ അവസ്ഥ വരുമ്പോ അന്നേരം മനസ്സിലാവും. ഇനി എന്റെ വീഡിയോന്റെ കമന്റ് ചെയ്യുന്ന പറഞ്ഞാൽ 2 വർഷം ഞാൻ പറയാം, ഒരു പെണ്ണിനെ പറ്റി ഒരു കമന്റ് ഇട്ട 2 വർഷം വരെ തടവുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല ആ കാര്യത്തില്. ഈ ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഈ ഗ്രൂപ്പ് അതേപോലെ കുറെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അതേപോലെ കമന്റ് ഇട്ടവന്മാര് കുറെ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നിങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എവിടെ നിന്ന് സാധനം കിട്ടി. എല്ലാത്തിനും ഒരാളെ ഞങ്ങൾ വിടൂല. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇപ്പൊ ഫോണിലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒറ്റ കാര്യം ആലോചിച്ചോ, നിങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആളിൽ നിന്നും ഇത് എത്ര പേർക്ക് ഷെയർ ആയിട്ടുണ്ടോ നിങ്ങൾ ഈ ഡിലീറ്റ് ചെയ്താലും നിങ്ങൾ അയച്ചവന്മാരെ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഏകദേശം 100-150 പേരെ മേലെ ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയട്ടെ, എത്ര ആൾക്കാരായിക്കോട്ടെ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഞാൻ പറയട്ടെ, ഇത് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ, ഇത് വിറ്റവന്മാര്, വാങ്ങിയവന്മാര്, കണ്ടവന്മാര്, ഇത് തെറ്റാണ്. ഇത് ഇന്ത്യയിൽ തെറ്റായ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നോക്ക്, ഇത് സെർച്ച് ചെയ്യുന്ന തെറ്റാണ്, അല്ലെങ്കിൽ ഇത് കാണുന്നത് തെറ്റാണ്, ഇത് പല സൈറ്റുകൾ ഒക്കെ തെറ്റാണ്, അതും കേസാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങളുടെ പരാതി എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയിൽ ഞങ്ങളുടെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു പരാതി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പല നഷ്ടങ്ങളുണ്ട് പുറത്തിറങ്ങുമ്പോൾ. അപ്പൊ അതിൽ പെടുന്നവരെ എന്തായാലും ഞങ്ങളുടെ ഫോട്ടോ, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും ഇത് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയവര് നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ ചാനൽ വഴി പുറത്തു വിടും. ഞങ്ങൾ നിന്റെ മോന്തൊക്കെ ഞാൻ കാണിക്കും, ഇവന്മാരാണ് ഞങ്ങളെ ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തത്, വിറ്റത്, കമന്റ് ഇട്ടത്, എല്ലാവരും. അപ്പൊ നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ ചെയ്യടാ നീ ഇങ്ങനെ ഒരുത്തനായിരുന്നു എന്നുള്ളത് ഇല്ല മനസ്സിലായി. അത് മതി കേട്ടോ.